ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ചായ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി വെച്ച വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ വേഗം തന്നെ കുറച്ച് കുടിക്കാനും വെള്ളം വെച്ചു, അങ്ങനെ ചായയും വെച്ചു കേട്ടോ. എന്നിട്ട് ചായയെല്ലാം അരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടൊന്ന് കുടിക്കുകയാണ്. ഏട്ടൻ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായയെല്ലാം കുടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ ഇന്നത്തെ കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയെല്ലാം കുടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം തന്നെ വന്നിട്ട് എന്താ പറയുക, നമ്മൾ കോഴിമുട്ട ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കോഴിമുട്ടയൊക്കെ ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് ഗ്യാസൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ട് വേഗം തന്നെ നമ്മൾ ഇതൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി തന്നെ തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കോഴിമുട്ട നന്നായിട്ട് വെന്ത് വരും. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ അവിടെ കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം വെച്ചതൊക്കെ നമ്മൾ ബോട്ടിലാക്കി കൊടുത്തു. ബോട്ടിലാക്കിയത് എന്താ അറിയുമോ, നമുക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കാൻ ദാഹിച്ച് വേഗം തന്നെ എടുത്ത് കുടിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബോട്ടിലൊക്കെ നമ്മൾ എപ്പോഴും ഫുള്ളായിട്ട് നിറച്ച് വെക്കും കേട്ടോ ഇതുപോലെ. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മളൊന്ന് മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം തന്നെ ഒന്ന് മിറ്റം അടിച്ചെടുക്കുന്നുണ്ട്. ഇനി മിറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അങ്ങനെ മിറ്റമൊക്കെ അടിച്ചു. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കോഴിമുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മൾ കോഴിമുട്ട കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ പാഞ്ചൂത് അവിടെ ഉണ്ട് കേട്ടോ. കുറേ ആയില്ലേ നിങ്ങൾ നമ്മുടെ പാഞ്ചുവിനെ കണ്ടിട്ട്. അതുകൊണ്ടോ പാഞ്ചൂത് വന്നിട്ട് പാലെല്ലാം കുടിച്ചിട്ട് പോവുകയാണ് കേട്ടോ അവള്. പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, 2 അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ കുക്കറിൽ തന്നെ ആക്കി കൊടുത്തു കേട്ടോ. എന്താ പറയുക, നമ്മൾ കഴുകിയിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നേരെ കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വെക്കാമല്ലോ പറഞ്ഞിട്ട് കുക്കറിലാക്കിയിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചു കേട്ടോ. അതിൽ ഉപ്പും എരിവും അതുപോലെ നമ്മുടെ പരിപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് വലിയുള്ളി, ഒരു 3 വലിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇഞ്ചി, അതിൽ കുറച്ച് വെളുത്തുള്ളി, ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട്, വെളുത്തുള്ളി ഇല്ല കേട്ടോ, ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ കേട്ടോ. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് നമ്മുടെ പാല് നന്നായി തന്നെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ടും വിസിലടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ചീൻചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു, വെളിച്ചെണ്ണ കേട്ടോ. നന്നായി തന്നെ ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ബീട്രൂട്ട് അരിഞ്ഞിട്ട് അതേ കട്ടിംഗ് ബോർഡ് വെച്ച് തന്നെ നമ്മുടെ ഉള്ളി അരിഞ്ഞ കാര്യമാണ് കേട്ടോ. നമ്മുടെ ഉള്ളിക്ക് ഒരു കളർ ചേഞ്ച് ഒന്ന് ചെറുതായിട്ട് തന്നെ വഴണ്ടി വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം നമ്മുടെ ഉള്ളിയുടെ മുകളിലേക്ക് ആയിട്ട് വേണം നമ്മളത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി. മുകളിലേക്കായിട്ട് പറഞ്ഞാൽ മുകളിൽ നിൽക്കുന്ന പാകത്തിലാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഉള്ളി നന്നായി തന്നെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ അതുവരെ അതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് നമ്മൾ എന്താ പറയുക, തോടെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം തന്നെ നമ്മൾ ഉപ്പേരി ഒന്ന് കടുക് വറക്കാൻ വന്നിട്ട് നമ്മുടെ മുട്ടയല്ല നമ്മുടെ ഉള്ളിക്കറി ഇപ്പുറത്തൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. വെന്ത് വരട്ടെ എന്നും പറഞ്ഞിട്ട്, വെന്ത് നമ്മുടെ വെള്ളം വറ്റി കൂടെ വരണം കേട്ടോ, അപ്പോഴാണ് നന്നായിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ, അധികം സമയമൊന്നുമില്ല. എന്നാലും അത് ചെറിയ തീയിൽ കിടന്ന് വെന്ത് വരുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ വേറെ ചീൻചട്ടി വെച്ച് കൊടുത്ത് ആദ്യം കുറച്ച് വറ്റൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറ്റൽ വറുത്ത് അതെല്ലാം മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ചേർത്ത് ഒന്ന് ഉപ്പേരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ കടുകൊക്കെ ചേർത്ത് ഉള്ളിയൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ വേവിച്ച നമ്മുടെ ബീട്രൂട്ടൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും അവിടെ കിടന്ന് ഒന്ന് റെഡിയായി വരട്ടെ കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മളവിടെ വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ ഞാൻ നമ്മുടെ വറ്റലൊക്കെ ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് തണുത്ത് പോകില്ല. അപ്പോൾ അരി വറ്റലാണ് കേട്ടോ നമ്മളിന്ന് വറുത്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക്
നമ്മൾ കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. നമ്മൾ നേരത്തെ തന്നെ കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നത് എന്താ അറിയോ, നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ കോഴിമുട്ടയുടെ ഉള്ളിൽ എല്ലാ മസാലയും പോകും. അപ്പോൾ രണ്ടും കൂടെ നല്ല മിക്സായിട്ട് ടേസ്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ അതെല്ലാം അവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കുറച്ച് ചെറിയുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് ചതച്ചുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ചീനിമുളക്, അതായത് നമ്മുടെ ചീനിമുളകില്ലേ, അതുകൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം റെഡിയായി നമ്മളൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി നന്നായി തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കൊഴുത്ത ചാറോടുകൂടി, കുറുകിയ ചാറോട് കൂടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വേറൊന്നും ചേർക്കണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലയോ മല്ലിപ്പൊടിയോ ജീരകപ്പൊടിയോ അങ്ങനെയുള്ള ഒരു സാധനവും വേണ്ട കേട്ടോ. ഈ 2 ഐറ്റംസ് വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചോറ്, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പൊറോട്ട വാങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് ബാലൻസ് ആകുന്ന. അപ്പോൾ ഇന്നേക്ക് ചോറ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ രാവിലെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ വെള്ളച്ചോറിലേക്ക് ഉള്ളി ചതച്ചതും നമ്മുടെ പച്ചമുളക് ചതച്ചതും തൈരും ഉപ്പും കൂടെ ചേർത്ത് നന്നായി തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിലവർക്ക് കാണുമ്പോൾ അത്ര ഇഷ്ടമാവുമെന്ന് തോന്നിയില്ല കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത്. പക്ഷേ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് നോക്കിയപ്പോഴുണ്ട് നമുക്ക് തൈരിൻ്റെ ടേസ്റ്റ് ഇത്തിരി കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ സ്പൂൺ കൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തത്. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴല്ലേ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ എരിവോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കുന്നത് പഴങ്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചോറ് ബാലൻസ് ഉള്ള കാരണം പിന്നെ ചോറൊന്നും വെക്കാൻ നിന്നില്ല, ഇത് മതിയെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് ഞാനവിടെ മാറ്റി വെച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വെളിയിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട്, അതുപോലെ നമ്മുടെ പഴങ്കഞ്ഞി, നമ്മുടെ വറ്റൽ, ഇതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മുട്ടക്കറി നമ്മൾ എന്തിനാണ് വെച്ചതെന്ന് അല്ലേ. അപ്പോൾ മുട്ടക്കറി നമ്മൾ വെച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദോശ നമ്മൾ ഇപ്പോഴല്ല കേട്ടോ കഴിക്കുന്നത്, എന്താ പറഞ്ഞാൽ നമ്മൾ ഉച്ചക്കലാണ് കേട്ടോ കഴിക്കുന്നത്. ചോറ് ബാലൻസ് ഉണ്ട് പറഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞു കേട്ടോ അവർക്ക് പഴങ്കഞ്ഞി കഴിക്കണമെന്ന്. അപ്പോൾ അത് സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുളിച്ച് നന്നായിരിക്കില്ലല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ പഴങ്കഞ്ഞിയാക്കി ഉച്ചക്കലേക്ക് ദോശയാക്കി കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. എങ്ങനെയായാലും കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചാൽ മതിയെന്നല്ല, ഒരു ദിവസമൊക്കെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചക്കലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതത്ര ചിലപ്പോൾ നന്നായിരിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പഴങ്കഞ്ഞിയും അതുപോലെ ഉപ്പേരിയും നമ്മുടെ വറ്റലൊക്കെ കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷവും നല്ലൊരു സുഖവും കിട്ടും. കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണല്ലോ. മീൻ വറുത്തതൊക്കെ ഉണ്ട് കേട്ടോ, അല്ല മീൻ വറക്കാനൊക്കെ ഉണ്ട്, പക്ഷേ ഇവരാരും കഴിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ മീനൊന്നും വറക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അശ്വിന് കൊണ്ടുപോകാനും അതുപോലെ ഏട്ടന് കൊണ്ടുപോകാനും ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവന് ദോശയും മുട്ടക്കറിയൊക്കെ നമ്മൾ ആക്കി കൊടുത്തു. അപ്പോൾ രാവിലെ തുടങ്ങി കേട്ടോ, ഇങ്ങനെ വെറുതെ കറണ്ട് പോയിട്ടും വന്നിട്ടും നമുക്ക് നേരെ വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കറണ്ട് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യും കേട്ടോ. കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ വെളിച്ചമില്ലെങ്കിൽ പിന്നെ കാണാൻ അത്ര നന്നായിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തുടങ്ങിയാണ് കുറേ പ്രാവശ്യം ഇങ്ങനെ കറണ്ട് പോയിട്ടും വന്നിട്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മുടെ സമയവും പോയി, നമ്മുടെ നേരവും വൈകി കേട്ടോ. അശ്വിൻ അങ്ങനെ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി ഞാൻ ബാഗിലൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ പിന്നെ ആൾ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അക്ഷയയ്ക്ക് പോകണ്ട കേട്ടോ. എന്താ പറഞ്ഞാൽ +2കാർക്ക് ഇന്ന് സെൻഡ് ഓഫ് ആയ കാരണം അവർക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അക്ഷയയ്ക്ക് പോകണ്ട, അശ്വിന് മാത്രമേ പോകണ്ടൂ കേട്ടോ. അപ്പം നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അങ്ങനെ അശ്വിൻ പോവുകയാണ്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് പിന്നെ ഏട്ടനും റെഡി ആയിട്ട് പോയി കേട്ടോ. പിന്നെ ഞാൻ അതിന് ശേഷം വേഗം വന്നിട്ട്
പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഈ സമയത്തും കറണ്ട് ഇല്ല കേട്ടോ നമ്മുടെ അവിടെ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തറിയോ, നമുക്ക് ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, വെളിച്ചമില്ലാത്ത കാരണം അത് ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെളിയിൽ വന്നിട്ട് നമ്മൾ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ വന്നിട്ട് ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അധികം പാത്രങ്ങളൊന്നുമില്ല, ഇന്നിപ്പോൾ നമ്മൾ കാര്യമായിട്ട് കുക്കിംഗ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അധികം പാത്രങ്ങളൊന്നുമില്ല. ഉള്ള പാത്രങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴുകി എടുക്കുന്ന സമയത്താണ് നോക്കിയപ്പോണ്ട് വെളിയിൽ ഒരു സൗണ്ട് പോയി നോക്കിയപ്പോണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നമ്മൾ സൈഡിലുള്ള കൊമ്പുകളൊക്കെ വെട്ടുമല്ലോ, അങ്ങനെ ഒരു വെട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പൂർണ്ണമായിട്ടും തീരുമാനിച്ചു ഇന്നിനിപ്പോൾ ഒന്നും കറണ്ട് വരില്ല എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ വെളിയിൽ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 12 മണിയായിട്ടോ നമ്മുടെ അവിടെ കറണ്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇതോടുകൂടി നിർത്തേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും വീഡിയോകളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ നിർത്തേണ്ടി വന്നത്. അപ്പോൾ നാളെ 12:15 വരാം കേട്ടോ.